ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ഫൈനലിസിമ നടക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. യുവേഫക്കും കോൺമബോളിനും ഇതുവരെ അഗ്രിമെന്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് സാന്റിയാഗോ ബെർണാബുവിൽ കളിക്കാമെന്ന് യുവേഫ പറഞ്ഞു, അത് അർജന്റീന സമ്മതിച്ചിട്ടില്ല. നിലവിൽ അർജന്റീന പറഞ്ഞത് റോമയിൽ കളിക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്നുള്ളതാണ്. എന്നാൽ അക്കാര്യത്തിൽ യുവേഫ ഇതുവരെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇത്തവണത്തെ ഫൈനലിസിമ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എവിടെ വെച്ചായാലും ഇത്തവണത്തെ ഫൈനലിസിമ തങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട്, അതിന് സ്പെയിൻ ദേശീയ ടീം റെഡിയാണ് എന്നാണ് ഇപ്പോൾ റോഡ്രി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടേണ്ടതുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനക്കെതിരെയുള്ള ഫൈനലിസിമ മത്സരം എവിടെ വെച്ച് നടക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ എവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചാലും അവിടെ കളിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. ഞങ്ങൾക്ക് ആ മത്സരം കളിക്കണം. അർജന്റീനക്ക് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അവർ. പക്ഷെ ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങൾ വിജയിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇതാണ് റോഡ്രി പറഞ്ഞിട്ടുള്ളത്. അതായത് ഫൈനലിസിമ കളിക്കണം, അർജന്റീനയെ പരാജയപ്പെടുത്തണം, അതാണ് തങ്ങളുടെ ഒരു ആഗ്രഹം എന്നാണ് റോഡ്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫൈനലിസിമ നടക്കാതിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ യുദ്ധമാണ്. അതുകൊണ്ടാണ് ഫൈനലിസിമയുടെ കാര്യത്തിൽ ഇത്രയധികം സങ്കീർണതകൾ ഇപ്പോൾ രൂപം കൊണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.